ഇന്നലെ കഞ്ഞിക്കുഴി സഭയുടെ ആസ്ഥാനത്ത് ചേർന്ന അവരുടെ നേതൃയോഗം ബിഷപ്പ് സക്രിയാസ് മാർ അബ്രഹാമിനെ ചുമതലകളിൽ നിന്ന് നീക്കുവാൻ തീരുമാനിച്ചു. അർത്ഥാൽ അദ്ദേഹത്തെ ഡീഫ്രോക്ക് ചെയ്തിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താണ്? ഈ മണ്ണുത്തി രായപ്പന് ഇത്രമാത്രം ഈ ഒരു ഔത്സുക്യം ഈ കർമ്മം നടത്തുവാൻ വന്നതിന് ഇതിനൊരു പൂർവ്വ വൈരാഗ്യത്തിന്റെ കഥയുണ്ട്. ഇത് കുറച്ച് വർഷങ്ങൾ പുറകിലുള്ള ഒരു കഥയാണ്. എന്നാലും മിലിത്യോസ് നീ പണി പറ്റിച്ച് കൊള്ളാൻ കേട്ടടാ രാജപ്പ. അപ്പൊ അതിന് ഏറ്റവും മുമ്പില് തുണിയും പൊക്കി പിടിച്ച് പിന്നെ കർമ്മം നടത്താൻ വേണ്ടി മേപ്പാടൻ നമ്പൂരിയുടെ റോളിലേക്ക് ഈ സ്മാർത്ഥ വിചാരം നടത്താൻ വേണ്ടി മേപ്പാടൻ നമ്പൂരിയായിട്ട് രംഗത്ത് വന്നത് നമ്മുടെ മണ്ണുത്തി രായപ്പൻ അല്ലെങ്കിൽ മിലിത്യോസ് എന്ന് പണ്ടൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഇപ്പോഴത്തെ മണ്ണുത്തി രായപ്പനാണ് മുഖ്യ കാർമ്മികനായിട്ട് വന്നത്. ഇതിന്റെ കാരണം എന്താണ്? ഈ മണ്ണുത്തി രായപ്പന് ഇത്രമാത്രം ഈ ഒരു ഔത്സുക്യം ഈ കർമ്മം നടത്തുവാൻ വന്നതിന് ഇതിനൊരു പൂർവ്വ വൈരാഗ്യത്തിന്റെ കഥയുണ്ട്. ഇത് കുറച്ച് വർഷങ്ങൾ പുറകിലുള്ള ഒരു കഥയാണ്. കുറച്ച് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സുറിയാനി സഭയുടെ അർത്ഥശങ്കയില്ലാതെ സുറിയാനി സഭയുടെ ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമെന്നും സുറിയാനി സഭയെ കൂടാതെ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് നിലനിൽപ്പില്ല എന്നും മനസ്സിലാക്കിയ ഒരു ഘട്ടമുണ്ട്. അതായത് ആഗമാന സുറിയാനി സഭയുടെ അധ്യക്ഷൻ അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആണെന്നും ആ പാത്രിയർക്കീസിന്റെ കീഴിലാണ് ഈ സഭയ്ക്ക് ഐഡന്റിറ്റി ഉണ്ടാകുന്നതെന്നും മനസ്സിലായ നീചന്മാരും അധമന്മാരും വഷളന്മാരും നൃശംസന്മാരുമായ ചില മെത്രാന്മാർ ഈ അന്ത്യോക്യൻ പാത്രിയർക്കീസിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കുന്നംകുളം ഡ്യൂപ്ലിക്കേറ്റിന്റെ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ പോലെ വിൽസ് സിഗരറ്റൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കുന്നംകുളത്തിൽ നിന്ന് വരുമായിരുന്നു. അതുപോലെ ഈ വണ്ടിക്ക് ഒഴിക്കുന്ന ഓയില് കുന്നംകുളം സിഗരറ്റ്, കുന്നംകുളം ഓയിൽ എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാല് ഒരു കുന്നംകുളം പാത്രിയർക്കീസിനെ സൃഷ്ടിക്കാൻ ഇവർ തീരുമാനിച്ചു. അതിന് വലിയ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ നടന്നു. ഈ പറഞ്ഞ മിലിത്യോസ് എന്ന കക്ഷി ആ കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് സവാരി ഗിരിഗിരി. ആ സമയത്ത് അമേരിക്കയിലുള്ള കൊച്ചന്മാർക്ക് വേണ്ട ചുരിദാറ്, പാദസരം, ഉണക്കമീൻ, അച്ചാറുകൾ, ഇങ്ങനെയുള്ള വിവിധ സാധനങ്ങളും കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വരികയും ഇവിടെ വന്ന് അമ്മാമ്മമാരുടെ ഒക്കെ കൊച്ചുങ്ങളെ ബേബി സിറ്റിംഗ് ചെയ്യുകയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പണി. പ്രത്യേകിച്ച് കാലിഫോർണിയ പ്രദേശത്ത് അദ്ദേഹത്തിന് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ വിവരങ്ങൾ കൂടുതൽ വിശദീകരിച്ച് നമ്മുടെ ചാനലിൽ പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ ചാനലിനും ഓരോ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ അന്വേഷിക്കുക അമേരിക്കയിലുള്ളവരുടെ എന്തൊക്കെയായിരുന്നെന്ന്. അപ്പൊ അതായിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ വിനോദം. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഇവിടെ സുറിയാനിക്കാരുടെ ഒരു ചർച്ച് വിഘടിപ്പിച്ചു. നിങ്ങൾ ഓർക്കണം, മലയാളികളുടെ സഭ പിരിക്കുന്ന ജോർജ് തരിയൻ എന്ന് പറഞ്ഞ ആള് പാത്രിക്കീസിന് കത്തെഴുതി, എൻ്റെ കൂടെ 100-200 പേരുണ്ട്, ഞങ്ങൾ വേണമെങ്കിൽ. അപ്പൊ എക്യുമെനിക്കൽ പാത്രിക്കീസ് ശാസിച്ചു, ഒരു ഓർത്തഡോക്സ് സഭയെ പിളർത്താൻ ശ്രമിക്കുന്നു, നീ എന്നേക്ക് ശവിക്കപ്പെട്ടിരിക്കുന്നു മറുപടി കൊടുത്തു. ജോർജ് തരിയൻ അതോടെ അടക്കമായി. അപ്പൊ അതാ ഈ നീചനായ വ്യക്തി സുറിയാനിക്കാരുടെ ഒരു പള്ളി ഇവിടെ പിളർത്തി. ഒന്ന് ഓർക്കണം, സുറിയാനിക്കാരുടെ പള്ളി പിളർത്തി. അത് എവിടെ ചെന്നാലും വിഘടനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ലാക്ക് നോക്കി നടക്കുകയാണ് സുറിയാനി സഭയെ പിളർത്തുവാൻ. ആ സമയത്താണ് ഈ അസന്മാർഗിക നടപടികളെ തുടർന്ന് ഈ ടൈം ഔട്ട് നിർത്തിയിരുന്നത്. ടൈം ഔട്ട് നിർത്താന്ന് പറഞ്ഞാൽ കുറെ കാലത്തേക്ക് ശുശ്രൂഷ ചെയ്യാതെ പ്രാർത്ഥനയിലൊക്കെ ഇരിക്കാൻ പറയുന്നൊരു നടപടിയുണ്ട്. അപ്പൊ അങ്ങനെ ടൈം ഔട്ട് നിർത്തിയിരുന്ന ഒരു ശുശ്രൂഷക്കാരൻ അദ്ദേഹത്തെ കിട്ടുക. അന്നേരം അദ്ദേഹത്തെ പയ്യെ വിളിച്ചിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് ഒരു മെത്രാനാക്കുകയാണ്. അതേപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ട് നമ്മളൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. ഗുർഗാൻ വാഴ്ച എന്ന് നമ്മുടെ ഈ ചാനലിൽ തന്നെയാണ്, നിങ്ങൾ കണ്ടാൽ മതി.
അപ്പൊ ഈ ഗുർഗാനെ ഇങ്ങനെ ഗുർഗാൻ എന്ന് പറഞ്ഞ ഒരാളെ ചാക്കിട്ട് പിടിച്ച് എന്ന് പറഞ്ഞാൽ ഈ അല്പം തൊലി വെളുത്ത ഒരു ആള് വേണം. അപ്പൊ ഇത് അവിടുന്ന് വരുന്ന പാത്രക്കീസ എന്ന് പറഞ്ഞ ഇവരുടെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ ഈ മെത്രാനെ വാഴിച്ചിട്ട് ഇദ്ദേഹത്തെ പിന്നെ പാത്രക്കീസായിട്ട് ഉയർത്തുക, എന്നിട്ട് വ്യാജ പാത്രക്കീസ്, അതായത് ഈ മെത്രാൻ കക്ഷികളുടെ ആജ്ഞാനുവർത്തിയായ ഒരു പാത്രക്കീസ്, ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അപ്പം ഈ ഒരു സാഹിബിനെ കൊണ്ടുവന്ന് മെത്രാനാക്കുക, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ എന്താക്കുക, പാത്രക്കീസ് ആണെന്ന് പ്രഖ്യാപിക്കുക, പിന്നെ വടിയും കുരിശും ഒക്കെ കൊടുത്ത് ഇങ്ങനെ എഴുന്നള്ളിച്ച് കേരളത്തിൽ കൂടെ കൊണ്ടുവരിക. ഇതാണ് ഒറിജിനൽ പാത്രക്കീസ് എന്ന് പറയുക. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, ഭരണകൂടത്തെ തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെ ഒരു പാത്രക്കീസും ഒരു കാതോലിക്കായും ഒരു ഭരണഘടനയുമുള്ള സഭയാണെന്ന് പറഞ്ഞ് മുഴുവൻ പള്ളിയും പിടിച്ചെടുക്കുക, എല്ലാ സ്വത്തുക്കളും അവരുടേതാക്കുക. ഇങ്ങനത്തെ പ്ലാനാണ്. ഈ മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്ന് ഈ മിലിത്യോസും അത്താനാസിയോസും ഒക്കെ കൂടെ ചേർന്നായിരുന്നു. വേറെ 3-4 മെത്രാന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിട്ട് ഇവർ വെച്ചിരുന്നത് ഈ അപ്രേം തിരുമേനിയാണ്. അപ്പൊ അപ്രേം തിരുമേനി ഈ ദിദിമോസ് കാതോലിക്ക ബാവയുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ദിദിമോസ് കാതോലിക്ക ബാവയെ സ്വാധീനിച്ച് ഇതിനൊരു അപ്രൂവൽ മേടിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഈ അപ്രേമിനെ ഇവർ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഗുർഗാനെ അപ്രേമുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോ ഏകദേശം 5-8 കോടി രൂപയോ മറ്റോ ഇവര് മേടിച്ചു. പക്ഷെ അതിനേക്കാൾ വലിയൊരു തുക ഈ അപ്രേം തിരുമേനിക്ക് കിട്ടി എന്നൊരു സംശയം ഈ രായപ്പനുണ്ടായി. അങ്ങനെ അതേ തുടർന്ന് അന്നൊരു തർക്കമുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ പെട്ടെന്ന് സിനഡ് കൂടിയിട്ട്, അതായത് ഇവരുടെ ഈ ദേവലോകത്തെ ഭരണസമിതി കൂടിയിട്ട് ഈ ഗുർഗാൻ വാഴ്ച അസാധുവായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു തീട്ടൂര് ഇറങ്ങി. നോർത്ത് നോക്കണം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നലെ കമ്മിറ്റി കൂടിയ അതേ കമ്മിറ്റി ഹാളിൽ ഈ മിലിത്യോസും അത്താനാസിയോസും ചേർന്ന് നടത്തിയ ഗുർഗാൻ വാഴ്ചയെ അപലപിക്കുകയും നിരാകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ആ വൈരാഗ്യമാണ്, അതായത് ഈ ചോര കൈകളിൽ മുക്കി പ്രതിജ്ഞയെടുത്തെന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ കൗരവ സദസ്സിൽ അഴിഞ്ഞുപോയ മുടി ഞാനിനി കെട്ടണമെങ്കിൽ ദുശാസനന്റെ മാറ് വളർന്ന രക്തത്തിൽ കൈമുക്കിയിട്ട് ആ കൈകൊണ്ട് എന്റെ മുടി കെട്ടുകൊള്ളെന്ന് ഈ പാഞ്ചാലി പ്രതിജ്ഞ ചെയ്തെന്നൊക്കെ പറഞ്ഞ പോലെ, എന്ന് പറഞ്ഞ പോലെ ഈ അപ്രേമിന്റെ പുക കണ്ടിട്ട് അടങ്ങുകൊള്ളുന്ന അന്ന് ഇദ്ദേഹം തീരുമാനിച്ചാണ്. അപ്പൊ ആ സന്തോഷത്തിനാണ് അതേ വേദിക്കല്ലിൽ വെച്ച് അപ്രേമിന്റെ ബലി നടത്താൻ വേണ്ടി വലിയ സന്തോഷത്തിൽ വന്നത്. അതിന്റെ സന്തോഷമാണ് നമ്മൾ ഇതിനെ കണ്ടേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുടർക്കഥയാണ്, ഇത് തുടരും ഇത്, കാരണം ഇതിങ്ങനെ തുടരും. അപ്പൊ ഇതിനെല്ലാം പിന്നെ വേറെ ചരിത്രങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിവിടം കൊണ്ട് അവസാനിക്കുകയല്ല, തുടരും എന്നാണ്. ഇപ്പം പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തുടരും. അപ്പൊ ഇവിടം കൊണ്ട് ഇത് അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതരുത്, ഇത് തുടരാൻ പോവാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് വളരെ അധമന്മാരുടേതായ ഒരു ക്ലബാണ്. കാരണം ജർമ്മനിയിൽ നിന്ന് ഇവര് ഏകദേശം 75 കോടി രൂപ കൊണ്ടുവന്ന കഥ കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ഒരാളിട്ടിരിക്കും, നമ്മളെല്ലാം കണ്ടതാണ്. പിന്നെ റഷ്യയിൽ നിന്ന് പണം വാങ്ങിയതും ചാരപ്പണി ചെയ്തതും എല്ലാം നമ്മൾ തെളിവ് സഹിതം കണ്ടതാണ്. ഗുർഗാന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് കണ്ടതാണ്. ഇപ്പൊ ഇവര് ഈ തരത്തിലുള്ള, അതായത് ഇവർക്ക് പറ്റിയൊരു പേര് ഈ ആലിബാബായി 41 കള്ളന്മാരും എന്നുള്ള പേര് തന്നെയാണ് ഏറ്റവും യോഗ്യമായ പേര്. കൃത്യമല്ലേ ആലിബാബായി 41 കള്ളന്മാരും? അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആലിബാബായി 41 കള്ളന്മാരും ഒരിക്കലും ക്രിസ്തീയ സഭയല്ല. എന്നാലും മിലിത്യോസ് നീ പണി പറ്റിച്ച് കൊള്ളാൻ കേട്ടടാ രാജപ്പ.